ഫ്രണ്ട്സ്, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. ഞാൻ തിരക്കേടില്ലാതെ തന്നെ പോകുന്നുണ്ട് കേട്ടോ. അപ്പം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് വന്നിട്ട് ഹൈ ബി പി, അത് ഉയർന്ന രക്തസമ്മർദ്ദത്തിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം എന്റെ പേര് സെറിൻ, ഞാനൊരു ആയുർവേദ ഡോക്ടറാണ്. ആയുഷ് ആയുർവേദ ക്ലിനിക് എന്ന സ്ഥാപനം തൃശ്ശൂർ നടത്തി പോകുന്നു കേട്ടോ. അപ്പൊ നമുക്ക് ഉയർന്ന രക്തസമ്മർദ്ദത്തിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമുക്ക് അതിന്റെ ഒരുപാട് കാരണങ്ങൾ, പ്രതിവിധികൾ, അതിന്റെ ഒറ്റമൂലികളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആരും സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കാം. എനിക്കറിയാം ഒരുപാട് പേര്, അതായത് നമ്മുടെ ഒരു ഇന്ത്യയിലെ ഒരു കണക്കനുസരിച്ച് ഒരു 70-75% ആൾക്കാർക്ക് ഉയർന്ന രക്തസമ്മർദ്ദം ഉണ്ടെന്നാണ് പറയുന്നത്. അത്രയ്ക്ക് എന്താ പറയാ, രക്തസമ്മർദ്ദത്തിന് അത്രയും പ്രാധാന്യം ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു സൊസൈറ്റിയിലുണ്ട്. അപ്പൊ അത് കുറയ്ക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ്. അപ്പൊ അതിന് ഈ വീഡിയോ ഉപകരിക്കുമെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ നമുക്ക് അതിന്റെ കാരണങ്ങളിലേക്ക് കടക്കാം. നമുക്കറിയാം രക്തസമ്മർദ്ദം എപ്പോഴാണ് ഒരു വില്ലനായിട്ട് മാറുന്നത്. നമുക്ക് എല്ലാവർക്കും നോർമൽ ആയിട്ടൊരു രക്തസമ്മർദ്ദം ഉണ്ട്. അതാണ് 120, 120, 80 mmHg എന്ന് പറയുന്നത്. അതിൽ 120 എന്ന് പറയുന്നത് സിസ്റ്റോളിക്കും 80 എന്ന് പറയുന്നത് ഡയസ്റ്റോളിക്കും ആണ്. അപ്പൊ എപ്പോഴാണ് നമുക്ക് ഹൈ ബി പി ഉണ്ടാവുന്നത്? 120 മാറി ആ സ്ഥാനത്ത് 150 എന്നുള്ളതും അതേപോലെ 80 എന്നുള്ളത് 90-ന് മേലേക്ക് വരുമ്പോഴാണ് നമുക്ക് ഹൈ ബി പി എന്ന കാറ്റഗറിയിലേക്ക് നമ്മളെ പെടുത്തുന്നത്. അപ്പം പലപ്പോഴും ഞാൻ എന്റെ ക്ലിനിക്കൽ പ്രാക്ടീസിൽ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്, ചില ആൾക്കാർക്ക് നോർമൽ ആയിരിക്കും അവരുടെ ബി പി, പക്ഷെ അവരൊരു ഡോക്ടറുടെ അടുത്ത് വന്ന് ചെക്കപ്പ് ചെയ്യുന്ന സമയത്ത് അവരുടെ ടെൻഷൻ കൊണ്ടോ അവരുടെ ഒരു പേടി കൊണ്ടോ ഭയം കൊണ്ടോ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, നമുക്ക് ആ സമയത്ത് അവർക്ക് ബി പി നല്ല രീതിയിൽ വേരിയേഷൻ വരുന്നത് കണ്ടിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ്? നമുക്ക് സാധാരണ ഒരു പേടി, ഭയം, അല്ലെങ്കിൽ ഒരു പട്ടി പെട്ടെന്ന് കുറുകെ ചാടി, നമ്മുടെ ആ സമയത്ത് ബി പി നോക്കിക്കഴിഞ്ഞാൽ ഓൾവേസ് അത് ഹൈ ബി പി ആയിരിക്കും. അതേപോലെ നമുക്കൊരു പനി വന്നു, അല്ലെങ്കിൽ നമുക്കൊരു നമുക്കൊരു വലിയ ഇഷ്യൂ, അല്ലെങ്കിൽ പനി രൂപേണ, അല്ലെങ്കിൽ നമുക്കൊരു തളർച്ച, അങ്ങനെയൊക്കെ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു തലകറക്കം, അല്ലെങ്കിൽ തലകറക്കം ഇൻ ദ സെൻസ് ഹൈ ബി പിയിലല്ല, അല്ലാതെ സാധാരണ രീതിയിൽ നമുക്ക് ഭക്ഷണം കഴിക്കാതെ, അല്ലെങ്കിൽ നമ്മളൊരു ആ സമയത്ത് ഒരു വിശപ്പുണ്ട്, പക്ഷെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു വിശപ്പുള്ള സമയത്തൊക്കെ നമ്മൾ ബി പി ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ബി പി വളരെ കുറവായിരിക്കും കാണുന്നത്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് നമുക്ക് ഹൈ ബി പിയും ലോ ബി പിയും നമ്മുടെ വേരിയേഷൻസിൽ വരാറുണ്ട്. പക്ഷെ നമുക്കൊരു നോർമലി നമുക്ക് ഈ 150 അല്ലെങ്കിൽ ഒരു 90-നും എബോവ്, ഒരു 100 ഒക്കെ വരുന്ന സമയത്തൊക്കെയാണ് നമുക്ക് മനസ്സിലാവുന്നത് അത് അവർക്കൊരു ബി പിയുടെ പ്രശ്നമുണ്ട്, അവരൊരു മെഡിസിൻ കഴിക്കേണ്ട ആളാണെന്ന് നമ്മൾ അപ്പോഴാണ് തിരിച്ചറിയുന്നത് കേട്ടോ. അതായത് നോർമലി അവരുടെ ഒരു ബി പി ചെക്ക് ചെയ്യുന്ന സമയത്ത് അവർക്കൊരു ടെൻഷനും ഒരു ആൻസൈറ്റിയും ഇല്ലാതെ തന്നെ ഒരു 150, 100 അല്ലെങ്കിൽ 150-ന് 90-നേക്കാൾ ഒരു 95 അല്ലെങ്കിൽ 90-നേക്കാളും കൂടുതൽ വരുന്ന സമയത്ത് അഫ്കോഴ്സ് അവർക്ക് ഒരു ബി പി ഉള്ള ആളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇനി അതിന്റെ കാരണങ്ങൾ നമുക്ക് പറയാം. കാരണങ്ങളിലേക്ക് കടക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഭക്ഷണ രീതി, അതേപോലെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ. അതിന് വളരെയധികം പ്രാധാന്യം എല്ലാ ഇഷ്യൂസിനും വരാറുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ബി പിയുടെ കേസിൽ, ഹൈ ബി പിയുടെ പ്രശ്നത്തിൽ ഇത് ഒട്ടുമിക്ക കാര്യത്തിലും ഇത് മികച്ചു നിൽക്കാറുണ്ട്, ഈ ലൈഫ് സ്റ്റൈൽ പ്രശ്നങ്ങൾ. അതായത് വ്യായാമക്കുറവ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാവുന്ന എക്സസൈസ് ഇല്ലാത്ത അവസ്ഥ. നമ്മൾക്കറിയാം നമ്മളിപ്പോ എല്ലാവരും ബ്രെയിൻ യൂസ് ചെയ്തിട്ടാണ് ഒരുപാട് വർക്ക് ചെയ്യുന്നത്. നമ്മളെല്ലാവരും വർക്ക് ചെയ്യുന്നവരാണ്, പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ബ്രെയിൻ ആണ്. ഫിസിക്കൽ എക്സസൈസ് അവിടെ കുറയുകയാണ്. അപ്പൊ അങ്ങനത്തെ സാഹചര്യങ്ങളിലാണ് നമുക്ക് ഈ ബി പിയുടെ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. കാരണം നമ്മുടെ ബോഡിയിൽ സർക്കുലേഷൻ നടക്കുന്നില്ല. അപ്പൊ ബോഡിയിൽ സർക്കുലേഷൻ നടന്നില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബോഡിയിൽ പമ്പിങ് മര്യാദയ്ക്ക് നടക്കില്ല. അങ്ങനെ വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബി പി ഷൂട്ടപ്പ് ചെയ്യാറുണ്ട്, കൂടാറുണ്ട് കേട്ടോ. അപ്പൊ വ്യായാമത്തിന് വലിയൊരു പങ്ക് ഉണ്ട്. പിന്നെ ഭക്ഷണ രീതി, നമുക്കറിയാം ഉപ്പിന്റെ കുറവ്, ഉപ്പ് ഒരുപാട് കൂടുന്ന അവസരത്തില് നമ്മുടെ ശരീരത്തിൽ ഹൈ ബി പി കൂടാറുണ്ട്. ഉപ്പ് കൂടുക എന്ന് ഉദ്ദേശിക്കുന്നത്, നമുക്കറിയാം നമ്മൾ സാധാരണ ഒരു വീട്ടിൽ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ബി പി ഉള്ളവരായാലും ഇല്ലാത്തവരായാലും നമ്മൾ കുറച്ച് ഒരു സാധാരണ രീതിയിലൊക്കെ ഉപ്പ് ആഡ് ചെയ്യും, കുറച്ച് ടേസ്റ്റിന് വേണ്ടി. പക്ഷെ നമുക്കൊരു റെസ്റ്റോറന്റിൽ നിന്ന് നമ്മൾ ഫുഡ് മേടിക്കുന്ന സമയത്ത് നമുക്കറിയാം നമ്മളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഉപ്പിന്റെ ഒരു എക്സ്ട്രാ അവർ ആഡ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ അത് നമുക്ക് അറിയാൻ പറ്റില്ല. ടേസ്റ്റിലൊന്നും ഇത് കാണില്ല. ടേസ്റ്റ് നല്ലൊരു ടേസ്റ്റി ആയിരിക്കും, പക്ഷെ അതിൽ അവരുടെ ആ ഒരു ഫുഡ്, അതുകൊണ്ടാണ് അത് അത്രയും ടേസ്റ്റി ആയിട്ടും അത്രയും രുചികരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതിൽ പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യുന്നുണ്ട്, അതേപോലെ ഉപ്പിന്റെ അമിതമായിട്ട് ഉപയോഗങ്ങൾ, അതൊക്കെ ഇതുകൊണ്ടാണ് അത്രയും ടേസ്റ്റ് ആവുന്നത്. കാരണം അത് അവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആണല്ലേ. അവരുടെ ഫുഡ് അത്രയും ടേസ്റ്റ് ആക്കിയാലാണ് അവർക്ക് അത് ബിസിനസ് ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മുടെ ആരോഗ്യമാണ് നമ്മൾക്ക് പ്രധാനം എന്ന് വെച്ചാൽ നമ്മൾ അത്തരം ഫുഡുകൾ ഒഴിവാക്കണം. അതിൽ പ്രധാനപ്പെട്ടതാണ് ഈ ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡ്, ചൈനീസ് ഫുഡൊക്കെ കണ്ടിട്ടില്ലേ, അതിലൊക്കെ ഉപ്പിന്റെ ഉപയോഗം കൂടുതലാണ്. അപ്പൊ അത് ഒഴിവാക്കുക എന്നുള്ളതാണ് നമുക്ക് അവിടെ ചെയ്യാനാവുന്നത്. നമുക്ക് ഹോംലി ഫുഡ് ഉപയോഗിക്കാം. ബി പി ഉള്ളവരാണെങ്കിൽ അവർ വീട്ടിൽ അത്രയും ഉപ്പ് കുറച്ച് തന്നെ യൂസ് ചെയ്യുക. നമുക്കറിയാം കറികളിൽ വേണമെങ്കിൽ ഒരു ചെറിയ രീതിയിൽ യൂസ് ചെയ്യുക, പക്ഷെ നമുക്ക് കഴിക്കുന്ന റൈസ് ആണെങ്കിൽ റൈസിൽ തീരെ കുറയ്ക്കുക, ഉപ്പേ ഉപയോഗിക്കാതിരിക്കുക. ഇനി ഉപ്പിന്റെ ഉള്ളിൽ നമുക്ക് പൊടിയുപ്പാണ് യൂസ് ചെയ്യുമെങ്കിൽ പൊടിയുപ്പിൽ ഏറ്റവും കൂടുതലുള്ളത് സോഡിയം ക്ലോറൈഡ് ആണ്. സോഡിയം ആണ് നമ്മുടെ ശരീരത്തിലെ ബി പിയുടെ ലെവൽ കൂട്ടിക്കൊണ്ടുവരുന്നത്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? പൊടിയുപ്പിന് പകരം നമുക്ക് ഇന്ദുപ്പ് യൂസ് ചെയ്യാം. ഇന്ദുപ്പിലാണെങ്കിൽ പൊട്ടാസ്യം ക്ലോറൈഡ് ആണുള്ളത്. പൊട്ടാസ്യം ബി പി കുറയ്ക്കാൻ ശ്രമിക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ
ഇന്ദുപ്പിനെ നമ്മൾ പിങ്ക് സാൾട്ട് എന്നൊക്കെ പറയപ്പെടാറുണ്ട്. ഇപ്പൊ മാർക്കറ്റിൽ എല്ലായിടത്തും ഇപ്പോൾ പിങ്ക് സാൾട്ട് അവൈലബിൾ ആണ്, കുറച്ച് റേറ്റ് കൂടുതലാണ്. ഇനി പിങ്ക് സാൾട്ട് ഒക്കെ അഫോർഡബിൾ അല്ലാത്തവർക്ക് അവർക്ക് റോക്ക് സാൾട്ട് അല്ലെങ്കിൽ കല്ലുപ്പൊക്കെ യൂസ് ചെയ്യാം. അത് പൊടിയുപ്പിനേക്കാളും ഭേദപ്പെട്ടതാണ് കല്ലുപ്പ് എന്ന് പറയുന്നത്, കല്ലുപ്പ് യൂസ് ചെയ്യാം. അപ്പം ഇത് നമുക്ക് ഒരു ഉപ്പിന്റെ ഒരു ഇതാണ്. പിന്നെ വരുന്ന ഒരു കാരണം എന്ന് പറയുന്നത് ടെൻഷൻ, ആൻസൈറ്റി, സ്ട്രെസ്. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഇപ്പോഴത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു ഈ ഒരു കാരണം കൂടി അതിൽ ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്ത് പറയാന്ന് വെച്ചാല് നമുക്ക് നമ്മുടെ ഈ ഒരു കോമ്പറ്റേറ്റീവ് വേൾഡ് ആണ് അല്ലെ. അപ്പൊ ഈ കോമ്പറ്റേറ്റീവ് വേൾഡിൽ നമുക്കറിയാം നമ്മുടെ കുഞ്ഞുങ്ങളെ, ചെറിയ കുട്ടികൾ തൊട്ട് വലിയ ആൾക്കാർ വരെ നമ്മൾ എപ്പോഴും കോമ്പറ്റീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എപ്പോഴും മറ്റുള്ളവരെക്കാളും വലുതായിരിക്കണം. അതാണ് നമ്മുടെ ഒരു എല്ലാവർക്കും ഒരു എക്സ്പെക്ട് ചെയ്യണ ഒരു കാര്യമുണ്ട്, നമുക്ക് അങ്ങനെ ആവണം ഇങ്ങനെ ആവണം. അത് ഒരുപാട് സ്ട്രെസ് നമ്മുടെ ഇടയിൽ വരുത്തുന്നുണ്ട്. നമ്മുടെ സൊസൈറ്റി നമുക്കൊരു സ്ട്രെസ് തരാണ്, ഒരു ബേർഡൻ തരാണ് തലയിൽ. അപ്പൊ അങ്ങനത്തെ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ടെൻഷന്റെ ലെവൽ കൂടും, ആൻസൈറ്റി കൂടും. നമുക്ക് ഇനി ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിച്ച് ഒരുപാട് വിഷമം, സങ്കടം, ഇനി എന്ത് ചെയ്യും എന്നൊക്കെയുള്ള ഒരു പേടിയും വിഷമവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിനും അതിൻ്റെതായ ലക്ഷണങ്ങൾ കാണിക്കും. അതായത് നമ്മുടെ ശരീരം അതേപോലെ തന്നെ BP ഷൂട്ടപ്പ് ചെയ്യും, അതായത് BP കൂടും. നമുക്ക് ടെൻഷൻ വരുമ്പോൾ നമ്മുടെ ശരീരവും ലക്ഷണം കാണിക്കണമല്ലോ. അങ്ങനെയാണ് BP ഷൂട്ടപ്പ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്? നമുക്ക് ടെൻഷൻ കുറയ്ക്കാം, നമുക്ക് ടാലന്റ് ഉണ്ടായിരിക്കാം, നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. അത് മറ്റുള്ളവർ നമ്മളിൽ ചെലുത്തേണ്ട കാര്യമല്ല. നമ്മളത് സന്തോഷിച്ച് അല്ലെങ്കിൽ ഒരു ഇഷ്ടപ്പെട്ട് ചെയ്യണം നമ്മുടെ ജോലി എന്ന് പറയും അല്ലെ. അതുപോലെ ചെയ്യേണ്ടതാണ് നമ്മുടെ ജോലി. അപ്പൊ എല്ലാവരും ഒരു ടെൻഷനായിട്ട് ഒരു സ്ട്രെസ് ആയിട്ട് നമ്മുടെ വർക്ക് എടുക്കാതെ ഇഷ്ടപ്പെട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ നമുക്കത് സ്ട്രെസ് ഫ്രീ ആയിരിക്കും. നമുക്ക് സ്ട്രെസ് ഫ്രീ ആയിരിക്കണം നമ്മുടെ ജോബ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒരു ടെൻഷൻ ഇല്ലാതെ ഇരിക്കാൻ ശ്രമിക്കണം. കുട്ടികളുടെ പാരന്റ്സിനോട് എനിക്കത് പറയാനുണ്ട്. ഒരുപാട് ടെൻഷനും ആൻസൈറ്റിയും ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഉണ്ട്. അപ്പൊ അത് കുറയ്ക്കാൻ പാരന്റ്സും കൂടി ശ്രദ്ധിക്കണം. കാരണം മറ്റുള്ളവരെ കമ്പയർ ചെയ്യാതിരിക്കുക. അവർക്ക് ടെൻഷൻ ഉണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാം, നിനക്ക് ടാലന്റ് ഉണ്ട്, നിനക്ക് ഇതിൽ ടാലന്റ് ഉണ്ടെങ്കിൽ നീ അത് ചെയ്താൽ മതി, നീ ബുദ്ധിമുട്ടിക്കേണ്ട, നീ ഒരുപാട് ടെൻഷൻ എടുക്കേണ്ടെന്ന് നമ്മൾ പാരന്റ്സ് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ. അപ്പം ഇത് നമ്മൾ കുറച്ച് കാരണങ്ങളാണ് പറഞ്ഞത്. ഇനി വരുന്നത് രോഗകാരണങ്ങളാണ്. പ്രമേഹം എന്ന് പറയുന്ന രോഗം നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പ്രമേഹത്തിൽ എങ്ങനെയാണ് ഒരു 80% എന്റെ ക്ലിനിക്കിൽ വരുന്ന പ്രമേഹ രോഗികൾക്ക് അവര് പ്രമേഹമായി വരുന്ന സമയത്ത് അവർക്ക് ഓൾറെഡി തന്നെ BP പ്രശ്നവും ഉണ്ടാവാറുണ്ട്. കാരണം എന്തുവാ, അവര് ഈ പ്രമേഹം വരുന്നവരിലെ ഷുഗർ ലെവൽ ബ്ലഡിൽ കൂടുതലാണ്. അപ്പൊ ആ സമയത്ത് ബ്ലഡിന്റെ തിക്നെസ് കൂടും. അപ്പൊ ബ്ലഡിന്റെ തിക്നെസ് കൂടുമ്പോൾ ഹൃദയത്തിന് എന്താണ്, ബ്ലഡ് പമ്പ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. കാരണം തിക്നെസ് കൂടുതലാണല്ലോ ബ്ലഡിന്. അങ്ങനെ വരുന്ന അവസ്ഥയിലാണ് അവർക്ക് ഹൈ BP വരുന്നത്. അപ്പൊ അത് രക്തസമ്മർദ്ദം കൂടാനായിട്ട്, ലെവൽ കൂടാനായിട്ട് കാരണമായി തീരും. അപ്പൊ അത് നമ്മളെപ്പോഴും പ്രമേഹം ഉള്ളവർ BPയും കൂടി അവർക്ക് ഉണ്ടാവാനുള്ള സാധ്യത. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പ്രമേഹം ഉള്ളവർ ഷുഗർ ലെവൽ കുറയ്ക്കാനായിട്ട് ശ്രമിക്കണം. അതിനുള്ള ഡയറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അതിനുള്ള മെഡിസിൻ എടുക്കണം. അതൊക്കെ വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെയാണ് അസിഡിറ്റി, അതായത് നമുക്ക് വയറ് സംബന്ധമായ പ്രശ്നങ്ങൾ, അതേപോലെ അസിഡിറ്റി പ്രശ്നങ്ങൾ, ഇതൊക്കെ വരുന്ന സമയത്ത് BP ഷൂട്ടപ്പ് ചെയ്യാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അസിഡിറ്റി ഉള്ളവരിലും ഒരുപാട് പേർക്ക് BP പ്രശ്നങ്ങൾ കണ്ടുവരാറുണ്ട് കേട്ടോ. പിന്നെ ഏജിങ് ഒരു വലിയ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. കാരണം ഏജിങ് ആയതൊരു വയസ്സായി കഴിയുമ്പോൾ നമ്മുടെ രക്തക്കുഴലുകൾ, ധമനികൾ എല്ലാത്തിന്റെയും ഒരു സ്ട്രോങ് ആയത് അത് എപ്പോഴും ഫ്ലാബി ആയി മാറും. അതായത് നമുക്ക് ഒരു എന്താ പറയാ, ആഴക്കുഴയാന്ന് പറയില്ലേ, അതുപോലെ അത്രയും സ്ട്രോങ് ആയിരിക്കില്ല. അപ്പൊ അങ്ങനത്തെ സമയത്ത് രക്തം പമ്പ് ചെയ്യാനുള്ള ഒരു പ്രഷർ ഉണ്ടാവും. അപ്പൊ ആ സമയത്ത് എന്താണ് പ്രഷർ കൂടുന്ന സമയത്ത് നമുക്ക് രക്തസമ്മർദ്ദവും അതുപോലെ തന്നെ കൂടാൻ കാരണമാവാറുണ്ട്. അതുപോലെ ഡ്രൈ ആണ്. അപ്പം ഏജിങ് വരുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം നമുക്കറിയാലോ, നമുക്ക് ചുളിവുകൾ ഉണ്ടാവും, സ്കിന്നിൽ ചുളിവുകൾ, അതേപോലെ നമ്മുടെ എല്ലാം നമുക്ക് ഒരു ഏജിങ് വരുന്ന സമയത്ത് എല്ലാത്തിനും ഒരു വ്യത്യാസം നമ്മുടെ ശരീരത്തിലും വരാറുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മുടെ മുഖത്ത് മാത്രമാണ് അതിനുള്ള പ്രശ്നങ്ങൾ. അങ്ങനെയല്ല, നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലും അതുപോലത്തെ പ്രശ്നങ്ങൾ, ഏജിങ്ങിനുള്ള പ്രശ്നങ്ങൾ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമ്മൾ എണ്ണയൊക്കെ തേച്ച് കുളിക്കാനും അതുപോലെ അവർക്ക് ഒരുപാട് വേറെ ട്രീറ്റ്മെന്റ്സ് ഒക്കെ നമ്മൾ കൊടുക്കാറുണ്ട് ഏജ് ആയവർക്ക് വരുമ്പോൾ. അപ്പൊ അതനുസരിച്ച് മാറാനായിട്ട് അവർക്ക് ശ്രമിക്കാൻ പറ്റാറുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ രക്തസമ്മർദ്ദം വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഏതെങ്കിലും സ്ഥലത്ത് ബ്ലോക്ക് ഉണ്ടോ എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട 3 അവയവങ്ങൾ, അതായത് കിഡ്നി, ഹാർട്ട്, പിന്നെ വരുന്നത് ബ്രെയിൻ. ഈ 3 സ്ഥലത്ത് ബ്ലോക്ക് ഉണ്ടോ എന്നുള്ളത് നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ആ ബ്ലോക്ക് ഉണ്ടെങ്കിൽ നമ്മൾ അതിന് നല്ല ചികിത്സ എടുക്കണം. അതിനുശേഷം എന്നാലാണ് നമുക്ക് ഈ ഹൈ BP കുറയുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അത് സ്ട്രോക്കിലേക്കും അതേപോലെ ഹാർട്ട് അറ്റാക്ക്, അങ്ങനത്തെ ഹൃദയാഘാതം എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, അങ്ങനത്തെ പ്രശ്നങ്ങളിലേക്ക് മാറാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. ഇനി നമ്മൾ നമ്മുടെ ഒറ്റമൂലി പറയാൻ പോവാണ്. അപ്പൊ എല്ലാവരും കേൾക്കാനായിട്ട് ആഗ്രഹിച്ചിരുന്നത് ഒറ്റമൂലിനെ കുറിച്ചാണെന്ന് എനിക്കറിയാം. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കാം. അപ്പൊ ഒറ്റമൂലിയിൽ നമുക്ക് പ്രധാനപ്പെട്ടായിട്ട് 3 ഇൻഗ്രീഡിയന്റ് ആണ് വേണ്ടത്. അതിൽ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയന്റ് 3 പ്രധാനപ്പെട്ട തന്നെയാണ്. ആദ്യത്തെ ഇൻഗ്രീഡിയന്റ് വന്നിട്ട് ഉലുവയാണ്. അപ്പം നമുക്കറിയാം ഉലുവ മുളപ്പിച്ച് കഴിക്കുന്നത്, അതുപോലെ വെറുതെ ഉലുവ തോരനിൽ ഉപയോഗിക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. BP കുറയ്ക്കാൻ ഏറ്റവും നല്ലൊരു ഇൻഗ്രീഡിയന്റ് ആണ് ഉലുവ എന്ന് പറയുന്നത് കേട്ടോ. ഉലുവ നമുക്ക് അത്യാവശ്യമാണ്. ഉലുവ നമ്മൾ എടുക്കാം. പിന്നെ വേണ്ടത് 2 ഞെട്ട് കറിവേപ്പില വേണം. പിന്നെ വേണ്ടത് 1 കുടം വെളുത്തുള്ളി. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇൻഗ്രീഡിയൻസിൽ ആവശ്യമുള്ളത്. അപ്പൊ വെളുത്തുള്ളിയുടെ തൊലി കളയേണ്ട കാര്യമില്ല, വെളുത്തുള്ളി അങ്ങനെ തന്നെ വെക്കാം. പിന്നെ ഈ ഞെട്ടോട് കൂടി നമുക്ക് വേണമെങ്കിൽ ഇല ഇടാം, അല്ലെങ്കിൽ ഞെട്ടില് പൊട്ടിച്ചിട്ട് നമുക്ക് ഇടാം.
അങ്ങനെ ആയാലും കുഴപ്പമില്ല. നമ്മൾ ഉലുവ ആദ്യം തന്നെ വെള്ളത്തിലിട്ട് അതിന്റെ ഒരു നിറവ്യത്യാസം വരുന്ന സമയത്ത് അപ്പൊ ചെറിയ തീയിലിട്ടേക്കണം. ആ സമയത്ത് ഉലുവ ഇട്ടതിന് ശേഷം വെള്ളം എത്ര വേണമെന്ന് വെച്ചാൽ ഒരു 2 ഗ്ലാസ് വെള്ളം വേണം. ഇപ്പൊ 2 ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ ഉലുവ ഇട്ടിട്ട് നല്ല രീതിയിൽ തിളപ്പിക്കുക. അത് ചെറിയ തീയിൽ കേട്ടോ. അപ്പൊ അതിന്റെ കളറൊക്കെ മാറി ഒരു യെല്ലോയിഷ് കളറിലേക്കൊക്കെ വരും. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഈ കറിവേപ്പിലയും അതേപോലെ തന്നെ ഈ ചതച്ച വെളുത്തുള്ളി. അപ്പൊ ഈ വെളുത്തുള്ളി തൊണ്ടോട് കൂടി വേണം നമുക്ക് വേണ്ടത്. അപ്പൊ അതൊരു കുടം എടുക്കണം. അപ്പൊ അത് തണ്ടോട് കൂടിയുള്ളത് നല്ല രീതിയിൽ ചതയ്ക്കുക. ചതച്ച് കഴിഞ്ഞിട്ട് അതോടുകൂടി നമ്മൾ ആ തോടോട് കൂടി അതിലേക്ക് ഇടുക. എന്നിട്ട് ഇത് ചെറിയ തീയിൽ കുറച്ചു നേരം തിളപ്പിച്ച് അതൊരു 2 ഗ്ലാസ് വെള്ളം 1 ഗ്ലാസ് വെള്ളമൊക്കെ ഇട്ട് വറ്റിച്ചെടുക്കുക. ഇത്രേ ചെയ്യണ്ടോ. ഇത് നമ്മൾ എല്ലാ ദിവസവും കഴിക്കരുത്. കാരണം ഇത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഒറ്റമൂലി ആയതുകൊണ്ട് തന്നെ നമ്മുടെ BP വളരെയധികം കുറയാൻ കാരണം. അപ്പൊ BP കൂടുന്ന പോലെതിനേക്കാളും കുഴപ്പമാണ് നമ്മുടെ BP ഏറ്റവും കൂടുതൽ കുറഞ്ഞു പോവുകയാണെങ്കിൽ. അപ്പൊ നമ്മൾ ഇത് എന്ത് ചെയ്യണം, വീക്കിലി ട്വൈസ് മാത്രമാണ് ഇത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അത് ഒരു നേരം നമുക്ക് 1 ഗ്ലാസ് വെള്ളം കുടിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹാഫ് ഗ്ലാസ് വീതം ഓരോ ദിവസം കുടിക്കാം. അതും ചെയ്യാട്ടോ. ഇത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒറ്റമൂലിയാണ്. അപ്പൊ എല്ലാവരും BP ഉള്ളവർ ഇത് വീട്ടിൽ ചെയ്ത് നോക്കുക. നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് കേട്ടോ. ഞാൻ ഏറ്റവും പറഞ്ഞ പോലെ ഉലുവയൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് BP കുറയ്ക്കാനായിട്ട്. കറികളിലൊക്കെ ഒരുപാട് യൂസ് ചെയ്യുക. മുളപ്പിച്ച ഉലുവ ചെടി ഇലയൊക്കെ തോരനായിട്ട് യൂസ് ചെയ്യുന്നതൊക്കെ ഏറ്റവും നല്ലതാണ്. അതുപോലെ ഉലുവയായിട്ട് തന്നെ വെള്ളം ബോയിൽ ചെയ്ത് കുടിക്കാം. അതിനേക്കാളും നല്ലൊരു റെമഡിയാണ് കേട്ടോ. നേരത്തെ ഞാൻ പറഞ്ഞ അത് എഫക്റ്റീവ് ആണ്. കുറെ പേർക്ക് യൂസ് ചെയ്ത് നല്ലൊരു റിസൾട്ട് കിട്ടിയതാണ് കേട്ടോ. അപ്പൊ അത് യൂസ് ചെയ്യാം. പിന്നെ വരുന്നത് നേന്ത്രപ്പഴം കഴിക്കുക എന്നുള്ളതാണ്. നേന്ത്രപ്പഴം വളരെ നല്ല ഒരു എന്താ പറയാ ഒരു റിസൾട്ട് തരുന്ന BP കുറയ്ക്കുന്ന ഒരു സംഭവമാണ് നേന്ത്രപ്പഴം, വാഴപ്പഴം എന്നൊക്കെ പറയുന്നത്. അത് നല്ല രീതിയിൽ യൂസ് ചെയ്യുക. പിന്നെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഇതൊക്കെ നന്നായി കഴിക്കുക. ഗ്രീൻ ലീഫി വെജിറ്റബിൾസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് മുരിങ്ങയില. മുരിങ്ങയില BP കുറയ്ക്കാൻ ഏറ്റവും പക്കയായിട്ടുള്ള ഒരു കാര്യമാണ്. മുരിങ്ങയിലൊക്കെ വീടുകളിലുള്ളവര് ഏറ്റവും കൂടുതലായിട്ട് തോരൻ വെച്ച് കഴിക്കുക. അതേപോലെ ഉപ്പേരിയായിട്ടൊക്കെ വെച്ച് കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ. അതേപോലെ വെറുതെ ആയിട്ട് ഇലയായിട്ട് കഴിക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ പൊടിച്ച് വെച്ചിട്ട് ഹണിയില്ലേ, തേനിൽ ചാലിച്ച് അങ്ങനെ കഴിക്കുന്നത് മുരിങ്ങയില വളരെ ബെസ്റ്റ് ആണ് BP കുറയ്ക്കാനൊക്കെ. പിന്നെ വരുന്ന ഒരു സംഭവമാണ് സിട്രസ് ഫ്രൂട്ട്സ്. അതായത് ഓറഞ്ച്, മൂസമ്പി, പുളിയുള്ള പഴങ്ങൾ. അത് ഏറ്റവും നല്ലതാണ് BP കുറയ്ക്കാനായിട്ട്. അപ്പൊ അത് കൂടുതലായിട്ട് കഴിക്കാം. മാതള നാരങ്ങ, സ്ട്രെസ് കുറയ്ക്കാൻ ഏറ്റവും നല്ലതാണ് മാതള നാരങ്ങ. അപ്പൊ അതൊക്കെ യൂസ് ചെയ്യാം. പിന്നെ ടെൻഷൻ, സ്ട്രെസ് ഇതൊന്നും ഉണ്ടാവാൻ പാടില്ല. അതൊക്കെ ചിലവർക്ക് അതുകൊണ്ടായിരിക്കും BP ഷൂട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ BP കൂടുന്നത്. അപ്പൊ അവര് ടെൻഷൻ കുറയ്ക്കാനുള്ള മരുന്ന് എടുക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റുള്ളവർക്കും കൂടി നമ്മുടെ അറിവുകൾ പകർന്നു കൊടുക്കുമ്പോൾ നമുക്കും കൂടി അതൊരു നന്മയാണ് അല്ലെ. അപ്പൊ എല്ലാവർക്കും ഷെയർ ചെയ്യാൻ പറ്റുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ അത്രയേ ഉള്ളൂ. ബൈ. സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി.